നമ്മുടെ തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് ഞങ്ങൾ ഫോട്ടോസ് എടുക്കാൻ തുടങ്ങി. മിഡ് റേഞ്ച് ഫോൺ കാറ്റഗറിയിൽ വരുന്ന വിവോ V60 ഞാൻ ഒരാൾക്ക് ക്യാമറയ്ക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ഇതിൻ്റെ പോർട്രേറ്റ് ഫോട്ടോ മോഡ് കാരണമായിരിക്കും. X200 പ്രോയിൽ വരുന്ന അതേ ഫിൽറ്റേഴ്സും ബൊക്കെ എഫക്ട്സും ഇതിൽ അതേപോലെ വരുന്നുണ്ട്. ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ ഫോട്ടോസും വീഡിയോസും ഈ ഫോണിൻ്റെ നേറ്റീവ് ക്യാമറ ആപ്പിൽ എടുത്തതാണ്. ഈ ഷൂട്ടിന് കട്ടയ്ക്ക് കൂടെ നിന്ന മിഥുൻ ചേട്ടന് താങ്ക്സ്. വിവോയുടെ ഫോട്ടോസ് എടുക്കുമ്പോഴുള്ള ക്യാമറ ഇൻ്റർഫേസ് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ X200 Pro വെച്ച് ഈ സെയിം ടെസ്റ്റ് മുന്നേ ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും ഇതിൻ്റെ പോർട്രേറ്റ് ഫോട്ടോസും. രണ്ട് ഫോണിൻ്റെയും ലെൻസും സെൻസറും ഒക്കെ നല്ല വ്യത്യാസമുണ്ട്. പക്ഷേ സെയ്സിൻ്റെ പ്രോസസ്സിങ് അത് കിടിലമാണ്. f2.8 മുതൽ 5.6 വരെ അപ്പേച്ചർ മാറ്റി ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതും എനിക്ക് നാച്ചുറലായി തോന്നുന്നതനുസരിച്ച് സെറ്റ് ചെയ്യും. ചില സമയം ഫോട്ടോ എടുത്ത ശേഷം ആ ബൊക്കെ കുറച്ച് അൺനാച്ചുറലായി ഫീൽ ചെയ്യും. അപ്പോൾ ജസ്റ്റ് ഈ ബൊക്കെ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഫേസിൽ ടാപ്പ് ചെയ്ത് അപ്പേച്ചർ ചേഞ്ച് ചെയ്യും. 2.8 താഴോട്ട് 1.4, 0.95 അതിൻ്റെ ഡെപ്തൊക്കെ തീരെ നാച്ചുറലായി ഫീൽ ചെയ്യില്ല. ആൾക്കാരെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് റിമൂവ് ചെയ്യുന്നത് നല്ല ഈസി ആയതുകൊണ്ട് വടക്കുന്നാഥ ക്ഷേത്രത്തിന് മുന്നിലെ ഫോട്ടോസ് എല്ലാം യൂസബിളായി. എഡിറ്റിൽ പോയി AI ഇറേസ് യൂസ് ചെയ്ത് ജസ്റ്റ് ഒരു മാസ്ക് ഉണ്ടാക്കി കൊടുത്താൽ മതി. അത് നമുക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. ഈ ഫോണിൻ്റെ ഡെമോ നിങ്ങളുടെ നിയറസ്റ്റ് ടെക്യൂവിൽ അവൈലബിൾ ആണ്. ഓണം ഓഫേഴ്സൊക്കെ ആയിട്ട് ബെസ്റ്റ് പ്രൈസിന് അത് അവിടെ നിന്ന് വാങ്ങാനും പറ്റും. വിവോ X200 FEയിൽ നമ്മൾ കണ്ട ആ 4 സീസൺ ഫിൽറ്റേഴ്സ് ഇതിൻ്റെ പോർട്രേറ്റ് മോഡിൽ വരുന്നുണ്ട്. അതിലെ സ്പ്രിംഗ് ഫിൽറ്റർ ഇതുപോലെ നല്ല മരങ്ങളൊക്കെ ഉള്ള ബാക്ക്ഗ്രൗണ്ടിൽ ട്രൈ ചെയ്തപ്പോൾ നല്ല റിസൾട്ട് കിട്ടിയായിരുന്നു. അതവിടെ ട്രൈ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു ചേട്ടൻ എരുമയെ കുളിപ്പിക്കാൻ വന്നു. നല്ല ഫ്രെയിമായിരുന്നു. ഇതിലെ സബ്ജക്റ്റിൻ്റെ എഡ്ജസിലൊക്കെ ഫെദർ കൂടിയിരിക്കുന്നത് നോട്ടീസ് ചെയ്തായിരുന്നു. എന്തൊക്കെയായാലും ഒറ്റ ക്ലിക്കിൽ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറ്റി നൈസ് സാധനമായിരുന്നു. ചിലപ്പോൾ AIയുടെ കയ്യിൽ നിന്ന് പോവും. കുറച്ച് കൂടുതൽ ക്രിയേറ്റീവായിട്ട് എരുമയെ പട്ടിയൊക്കെ ആക്കി കളയും. അതുകൊണ്ട് കുറേ ഫോട്ടോസ് എടുക്കുക, 1-2 നൈസായിട്ട് കിട്ടും. ഇതല്ലാതെ വേറെ ഫിൽറ്റേഴ്സും വരുന്നുണ്ട്. അതിൽ ചിലതൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. പ്രത്യേകിച്ചും വെഡ്ഡിംഗ് ഫിൽറ്റർ ഇട്ടാൽ ഫേസിലൊരു വാം എൻഹാൻസ്ഡ് ഫീൽ കിട്ടും. സിനിമാറ്റിക് എന്നുള്ള ബൊക്കെ എഫക്റ്റാണ് എൻ്റെ ഫേവറേറ്റ്. അതിൽ ഗ്ലെയർ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ആദ്യം ഞാൻ ശ്രദ്ധിച്ചില്ല. മിക്ക ഫോട്ടോസിലും ഈ ഗ്ലെയർ അൺനാച്ചുറലായിട്ടായിരുന്നു കണ്ടത്. അതുകൊണ്ട് അത് ഓഫ് ചെയ്തിട്ട് ഫോട്ടോസ് എടുക്കുന്നത് നന്നാവും. ഇല്ലെങ്കിൽ എക്സ്പെരിമെൻ്റ് ചെയ്യുക. ചില സമയം അതൊരു അനമോർഫിക് ഫീലൊക്കെ തരുന്നുണ്ടായിരുന്നു. ബയോട്ടർ ലെൻസിൻ്റെ ബൊക്കെ എഫക്റ്റും കിടിലമായിരുന്നു. വീഡിയോയ്ക്ക് നിങ്ങൾ ഈ ഫോണിൻ്റെ ക്യാമറയെന്ന് ഒരുപാട് പ്രതീക്ഷിക്കേണ്ട. എന്നാലും കാഷ്വൽ മൊമെൻറ്റ്സൊക്കെ എടുക്കാൻ യൂസബിളാണ്. 1x ക്യാമറയുടെ സ്റ്റെബിലൈസേഷൻ മൂവിങ് ഷോട്ട്സിന് അത്ര നന്നായി തോന്നിയില്ല. പക്ഷേ 3x അത്യാവശ്യം നല്ല സ്റ്റേബിളായിരുന്നു. അവിടെ ഇവിടെയും കുറച്ച് ജെർക്കുണ്ടായിരുന്നെങ്കിലും യൂസബിളായിട്ട് തോന്നി. ഈ തുമ്പിയെ 10x ഫോട്ടോ മോഡിലെടുത്തതാണ്. ഇത് പോർട്രേറ്റ് മോഡും അല്ല, സ്റ്റിൽ നല്ല ബൊക്കെ ഉണ്ടായിരുന്നു. ഫോക്കസ് കിട്ടാൻ കുറച്ച് പാടായിരുന്നു. എന്നാലും ആ പണിയെടുക്കുന്നത് വെറുതെ ആവില്ല. ലോ ലൈറ്റിൽ ഇതിൻ്റെ പോർട്രേറ്റ്സ് കുറച്ച് വീക്കാണ്. പ്രോസസ്സിങ് കൂടുതലുള്ള പോലെ കാണാൻ പറ്റും. ശോഭ സിറ്റി മോളിലെ ലൂയി ഫിലിപ്പിൽ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പെർമിഷൻ ചോദിച്ചപ്പോൾ അവിടെ നിന്ന് ഷാരോൺ ബ്രോ നമ്മുടെ വീഡിയോസ് കാണാറുണ്ടെന്ന് പറഞ്ഞു. മോളിനകത്തും കുറച്ച് ഷോട്ട്സ് എടുത്തിട്ട് ഞങ്ങൾ ഈ ഷൂട്ട് വൈൻഡപ്പ് ചെയ്തു. ഇനി ഈ പോർട്രേറ്റ് ഫോട്ടോ മോഡിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ ഞാൻ പറയാം. ഫോട്ടോസ് പ്രോസസ്സ് ആവാൻ നല്ല ടൈം എടുക്കുന്നുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം പ്രോസസ്സിങ് കഴിഞ്ഞപ്പോൾ ബ്ലാക്ക് സ്ക്രീനായിട്ടായിരുന്നു ഫോട്ടോ വന്നത്. അതുപോലെ ഒറ്റത്തവണ സീസൺ ഫിൽറ്ററിൽ ക്യാമറ ഷട്ടർ ബട്ടൺ വർക്കായില്ല. ഈ പ്രൈസിന് ഇത്രയും നല്ല പോർട്രേറ്റ് ഫീച്ചേഴ്സ് ഉള്ള വേറെ ഫോണുണ്ടെങ്കിൽ കമൻറ്റിലിടുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.